115 സങ്കീർത്തനം അതിന്റെ 14 വചനം. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നൊരു സന്ദേശമാണ് തരുന്നത്. എന്താണ് ഇന്ന് നിങ്ങളുള്ള ദൈവത്തിന്റെ സന്ദേശം? ഒതുങ്ങിപ്പോയ തകർന്നുപോയ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ദൈവം നിന്നെ ഒരു വർധനവിലേക്ക് കൊണ്ടുവരിക. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും എക്കാലവും കൊതിക്കുന്നതാണ് ഒരു വർധന ഉണ്ടാകണം. എന്തിലൊക്കെ വർധന ഉണ്ടാകണം? ഒന്നാമത് പഠിക്കുമ്പോൾ വിശ്വാസത്തിൽ വർധന ഉണ്ടാകണം. കർത്താവിന്റെ ശിഷ്യന്മാരൊരിക്കലും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. കർത്താവ് അതിന് കൊടുത്ത മറുപടി, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ അതുപോലെ സംഭവിക്കും. കർത്താവ് ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക, നിങ്ങളുടെ വർധനവിനെതിരെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കാട്ടത്തി തലപൊക്കി നിൽപ്പുണ്ട്. ആ കാട്ടത്തി അവിടുന്ന് പിഴണം. പിഴുന്നത് എങ്ങനെ? നിന്റെ വാക്കുകൾ കൊണ്ട്. നീ പറഞ്ഞാൽ അത് പിഴും. നിന്റെ നന്മ കാണാൻ കഴിയാതെ, നിന്റെ വാഗ്ദത്തം കാണാൻ കഴിയാതെ പടർന്ന് പന്തലിച്ച് ശിഖരങ്ങൾ വിടർത്തി നിന്റെ നന്മയ്ക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ആ കാട്ടത്തിയെ നിന്റെ നാവിൽ പകർന്ന അധികാരം കൊണ്ട് നീ പറയുമ്പോൾ അത് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടും. അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പഠിപ്പിക്കുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പം ചില കാട്ടത്തിയൊക്കെ ദൈവം പറിച്ച് കടലിൽ നട്ട ചരിത്രമുണ്ട്. മിസ്രൈം എന്ന അടിമനുഖത്തിൽ ദൈവജനമായിരിക്കുമ്പോൾ മിസ്രൈം എന്ന കാട്ടത്തിയെ ദൈവം അവിടുന്ന് പിഴിയിപ്പിച്ചു മോശയെ കൊണ്ട്. പിഴുതിട്ട് വായിക്കുന്ന ആ കാട്ടത്തിയെ ചെങ്കണ്ട നടുക്കുകൊണ്ട് ദൈവം നട്ടു. 6000 ദുർഭൂതങ്ങൾ ഒരു കാട്ടത്തി പോലൊരു മനുഷ്യന്റെ ജീവിതത്തെ കയറിപ്പിടിച്ചെങ്കിൽ ദൈവം 6000-ഓളം വരുന്ന ദുർഭൂതങ്ങളുടെ പരമ്പരയായി നിൽക്കുന്ന ആ കാട്ടത്തിയെ വേരോടെ വഴുത് കടലിൽ കൊണ്ട് നട്ട ചരിത്രം മർക്കോസിന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ സന്തതികളുടെ വർധനവിനെതിരെ, നന്മകളുടെ വർധനവിനെതിരെ പോരാടുന്ന എല്ലാ ശക്തിയെയും പിഴുതു മാറ്റണം. വചനം ഒരിക്കൽ കൂടെ വായിക്കുക, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ഈ നാളുകളിൽ ഒരു വർധനവുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വർധനവുണ്ടാകണമേ കർത്താവേ. അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ മാറണമേ കർത്താവേ. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ നിനക്കൊരു വർധനവുണ്ട്. ഗോഡ് ബ്ലെസ് യു.